നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കണ്ട് തിരിച്ചിറങ്ങിയ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ മകന് ഇ.ഡി. സമൻസ് അയച്ച വാർത്ത പുറത്തു വന്നതിന് പിന്നിലെ ഗൂഢാലോചനയും ആസൂത്രണവും നടത്തിയത് ആരാണ്? മകൾക്കും മകനും കുടുംബത്തിനും വേണ്ടി മുഖ്യമന്ത്രി സ്വാർത്ഥ താൽപര്യത്തോടുകൂടി പ്രവർത്തിക്കുകയാണ് എന്ന് സ്ഥാപിക്കാൻ CPM-നുള്ളിൽ നിന്ന് നടന്ന ആസൂത്രണമാണ് ഇതെന്നും പഴയ കേസിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കാൻ BJP കത്ത് പുറത്തുവിട്ടതാണ് എന്നും രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് സമൻസ് അയച്ചിട്ട് പിന്നീട് യാതൊരുവിധ നടപടിയും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളാതിരുന്നത് BJP-യുമായുള്ള ബന്ധത്തിന് തെളിവാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഒരു സമൻസ് വാർത്ത കേരള രാഷ്ട്രീയത്തിൽ ചൂടേറിയ ചർച്ചകൾക്കാണ് കാരണമായത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത് ഷായെ കണ്ടതിൽ നിരവധി ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മകന് ഇ.ഡി. 2 വർഷങ്ങൾക്ക് മുൻപേ അയച്ച സമൻസ് വാർത്തയും പുറത്തു വന്നത്. ഇത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യക്തമായ ആസൂത്രണത്തോടുകൂടി പുറത്തു വന്ന വാർത്തയാണ് എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായിയുടെ മകൾ വീണ വിജയന് പ്രതിരോധം തീർക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം രംഗത്ത് വന്നു. വീണയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളായി തന്നെ പാർട്ടി കണ്ടു. എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിനെതിരെയുള്ള വാർത്തയിൽ പ്രതിരോധ കവചം തീർക്കാൻ CPM നേതാക്കൾ ഇതുവരേക്കും മുന്നോട്ട് വന്നിട്ടില്ല. CPM-ലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പിണറായിക്കെതിരെ ഉയരുന്ന എതിർപ്പിന്റെ സ്വാഭാവികമായ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. സമൻസ് വാർത്തയ്ക്ക് പിന്നിൽ CPM-ൽ നിന്നുള്ളവർക്കും പങ്കുണ്ടോ എന്ന സംശയം ഉയരാനും കാരണം ഇതാണ്. അമിത് ഷായെ പിണറായി വിജയൻ കണ്ടത് സംബന്ധിച്ച ആരോപണങ്ങൾക്ക് പാർട്ടി നേതാക്കൾ മറുപടി നൽകിയതാണ്. സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പാർട്ടി ഡീലായി കാണുന്നത് ശരിയല്ല എന്ന അഭിപ്രായങ്ങൾ പാർട്ടി നേതാക്കൾ ആവർത്തിച്ചു പറയുകയായിരുന്നു. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകന് 2 വർഷത്തിനു മുൻപ് ഇ.ഡി. സമൻസ് അയച്ചിട്ടും മറ്റ് നടപടികൾ ഉണ്ടായില്ല എന്ന ആരോപണവും ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ CPM-നെ സമ്മർദ്ദത്തിലാക്കാനുള്ള BJP-യുടെ തന്ത്രമായും ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് സമൻസ് അയച്ചിട്ടും തുടർ നടപടികൾ യാതൊന്നും തന്നെ ഇ.ഡി. കൈക്കൊണ്ടില്ല. അത് സൂചിപ്പിച്ചുകൊണ്ടുള്ള സമ്മർദ്ദമാണ് BJP നടത്തുന്നത് എന്നും അഭിപ്രായമുയരുന്നു. 2023 ഫെബ്രുവരി മാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇ.ഡി. നോട്ടീസ് നൽകിയത്. ലൈഫ് കോഴയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകനോട് ഇ.ഡി. ഹാജരാകാൻ പറഞ്ഞത്. എന്തിനാണ് മകന് ഇ.ഡി. സമൻസ് അയച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഇതുവരേക്കും പിണറായി വിജയൻ മറുപടി പറഞ്ഞിരുന്നില്ല. സമൻസ് അയച്ചതിന് ശേഷം തുടർ നടപടികൾ ഉണ്ടാകാത്തതിന് കാരണം CPM BJP-യുമായി നടത്തിയ ഡീലിന്റെ ഫലമാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ADGP ആയിരുന്ന അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയതും തൃശൂർ പൂരം കലക്കി എന്ന ആരോപണം ഉയർന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM BJP-യെ സഹായിച്ചു എന്നുള്ള ആരോപണം വന്നതുമെല്ലാം സെറ്റിൽമെന്റ് ആയിരുന്നുവെന്നും പ്രതിപക്ഷം നേരത്തെ തന്നെ പറയുന്നതാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ അമിത് ഷായെ കണ്ടുവന്ന പിണറായി വിജയൻ എന്ത് ഡീൽ ഉറപ്പിച്ചിട്ടാണ് തിരികെ വന്നത് എന്ന ചോദ്യം പ്രസക്തമാകുകയാണ്.